ഒരു അംഗീകാരം ലഭിച്ചതിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധി അതിൽ അസ്വസ്ഥനായി. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കേരളത്തിനൊരു അവാർഡ് കിട്ടിയാൽ, ഒരു പുരസ്കാരം ലഭിച്ചാൽ മലയാളികൾ എന്ന നിലയിൽ നമ്മൾ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? ഇനി അതല്ല, ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് പറയുകയും ചെയ്യണം. അദ്ദേഹം ഒരു പ്രശ്നവും പറഞ്ഞില്ല. അദ്ദേഹം ചില പുകമറ സൃഷ്ടിക്കാൻ നോക്കി. എന്നിട്ട് അവതാരകനോട് ചോദിച്ചു, എത്ര വർഷമായി കിട്ടുന്നു എന്നൊക്കെ ചോദിച്ചു. എത്ര വർഷമായി കിട്ടിയാലും നല്ലതല്ലേ? ഇനി അങ്ങേക്ക് അതാണ് സംശയമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു, കഴിഞ്ഞ 4 വർഷമായി ഈ അംഗീകാരം തുടർച്ചയായി കേരളത്തിൽ ലഭിക്കുന്നു. കഴിഞ്ഞ 4 വർഷമായിട്ട്. ഇനി അങ്ങേക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. മറ്റൊന്ന് സ്പെസിഫിക്കായി ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുമ്പോൾ അതിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മൊഴിഭാഗങ്ങൾ ആസൂത്രിതമായി ഖണ്ഡശയായി പുറത്തുവിടുന്നു. അതിനെ ആയുധമാക്കിയുള്ള ആക്രമണത്തിന് അവർ കളമൊരുക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? അതിനെക്കുറിച്ച് അങ്ങ് നിശബ്ദത പാലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം എന്താണ് നിങ്ങൾ പരാതി കൊടുക്കാത്തതെന്ന് ചോദിച്ചു. നിങ്ങളും BJPയും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണല്ലോ വടക്കാഞ്ചേരി MLA പരാതി കൊടുത്തത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആരോപിക്കുന്നത്? ചരിത്രത്തിൽ ഇന്ന് വരെ CBI 48 മണിക്കൂറിനകം ഇങ്ങനെ ഒരു പരാതിയുടെ മേൽ നടപടി സ്വീകരിച്ചതായി എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നുകിൽ ഹൈക്കോടതിയോ അല്ലെങ്കിൽ ഗവൺമെന്റോ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് CBI കേസുകൾ ഏറ്റെടുക്കാറുള്ളത്. അത് തന്നെ അറച്ചറച്ചു മടിച്ചാണ് നിൽക്കാറുള്ളത്. ഇതൊരു അത്യപൂർവമായ സംഭവമായി നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്നു. അതൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പരാതി കൊടുത്താണ്. അങ്ങനെ പരാതി കൊടുക്കാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രതിഷേധം നടത്തി. കേരളത്തിലുടനീളം DYFIയും അതുപോലെ തന്നെ LDFും ഈ കേന്ദ്രമന്ത്രിയുടെ തെറ്റായ സമീപനങ്ങൾക്കും ഇടപെടലുകൾക്കുമെതിരെ ക്യാമ്പയിൻ നടത്തി, സമരം നടത്തി, ജനങ്ങളെ അണിനിരത്തി. ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പോലും നിങ്ങൾ തയ്യാറായിട്ടില്ലല്ലോ. ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തന്നെയാണ് ഞങ്ങൾ നടത്തിയത്. അതോടൊപ്പം അങ്ങ് ചോദിച്ചു, അങ്ങ് ചില തെറ്റായ പരാമർശങ്ങൾ നടത്തി. കോൺഗ്രസിന്റെ പിന്തുണയോടെ യെച്ചൂരിയെ പാർലമെന്റിലേക്ക് അയക്കാൻ നോക്കിയപ്പോൾ കേരള ഘടകം എതിർത്തില്ലേ? ഞങ്ങളുടെ പാർട്ടിയാണ് തീരുമാനിച്ചത്, അങ്ങനെ പോകേണ്ടതില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാർ ഒരു ഘട്ടത്തിലും അങ്ങനെ പാർലമെന്റ് അംഗങ്ങളായിരുന്നിട്ടില്ല. പാർലമെന്റ് അംഗമായിരുന്നപ്പോൾ സഖാവ് യെച്ചൂരി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതൊഴിച്ചാൽ സെക്രട്ടറി ആയതിനു ശേഷം അങ്ങനെ പാർലമെന്റിലേക്ക് ഞങ്ങൾ അയക്കാറില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില രീതികളുണ്ട്. പിന്നെ നിങ്ങളുടെ പിന്തുണയോടുകൂടി അങ്ങനെ പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല. അത് പാർട്ടി യുനാനിമസ് ആയി എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. എന്നിട്ട് അങ്ങേക്ക് മനസ്സിലാവാത്തൊരു കാര്യത്തെക്കുറിച്ച് അങ്ങ് ഇവിടെ പറഞ്ഞു, അങ്ങേക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം ഞങ്ങൾ കേരളത്തിൽ ഇത് തകർക്കാൻ പോകുന്നു, അതിന് രാഷ്ട്രീയമായ ആക്രമണം നടത്തുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം മറ്റു പല ഇടങ്ങളിലും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു. അത് മനസ്സിലാവുന്നില്ല എന്ന് തെല്ലൊരു പരിഹാസത്തോടെ, അതാണ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്നൊക്കെ പറയുണ്ടായി. അങ്ങ് അത് പരിഹസിച്ചോളൂ. അങ്ങേക്ക് മാത്രമല്ല ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്ക് സംശയമാണ്. നിങ്ങൾ ഞങ്ങളെ നീചമായി ആക്രമിക്കുമ്പോഴും ഹീനമായി ഞങ്ങൾക്കെതിരായ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുമ്പോഴും വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയെ രക്ഷിക്കാൻ ഞങ്ങൾ ഒരു തത്വാധിഷ്ഠിതമായ നിലപാട് സ്വീകരിക്കുന്നതിനെ ഇത് ബാധിക്കില്ല. ഞങ്ങളുടെ മുൻപിൽ രാജ്യമാണ്, രാജ്യത്തിന്റെ നിലനിൽപ്പാണ്. നിങ്ങളോടുള്ള വിയോജിപ്പ്, എതിർപ്പ് അതിശക്തമായി നിലനിർത്തിക്കൊണ്ട് തന്നെ BJPക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിന്തുണ നൽകേണ്ടി വരും. ആ രാഷ്ട്രീയം അങ്ങേക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എനിക്ക് അങ്ങേ മനസ്സിലാക്കി തരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുമില്ല. ഇവിടെ BJP പ്രതിനിധി ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു പ്രയോഗം, ശ്രീ രാഹുൽ ഗാന്ധി നൽകിയിട്ടുള്ള പടച്ചട്ടയും അണിഞ്ഞിട്ട് ഞാൻ നടക്കുന്നു എന്നൊക്കെയാണ്. അദ്ദേഹത്തിന്റെ പ്രയോഗം അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ എനിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ പ്രവർത്തകന് ആ പടച്ചട്ടയുടെ ആവശ്യമില്ല. ഇത് കോൺഗ്രസ് ദേശീയ തലത്തിൽ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്. അത് രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ വന്ന് പറഞ്ഞത് മാത്രമാണോ? സോണിയാഗാന്ധി ലേഖനം എഴുതിയത് മാത്രമാണോ? ഇന്ത്യയിലുടനീളം ദേശീയ അന്വേഷണ ഏജൻസികൾക്കെതിരായി കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നു, സമരം ചെയ്യുന്നു. 2014 മുൻപ് നിങ്ങൾ ചെയ്തിരുന്നു. നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങളും, കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസും. തങ്ങളുടെ ആജ്ഞാനുവർത്തികളായ വിനീത വിധേയന്മാരായ ഭൃത്യന്മാരായി ഈ ഏജൻസികളെ കൊണ്ടു നടക്കുന്നു. അത് ഞങ്ങൾ തുറന്നു കാണിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിലെന്താണ് അസ്വാഭാവികത ഉള്ളതെന്ന് എനിക്കറിയില്ല. ഇവിടെ ED കുറിച്ച് ചില കാര്യങ്ങൾ വന്നു. ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെയും അതുപോലെ തന്നെ മറ്റു ചില കേസുകളും അങ്ങ് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട്, ജയ്ഷയുടെ കാര്യവും ഒക്കെ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ഏതായിരുന്നാലും ആ കൂട്ടത്തിൽ ഇവിടെ പരാമർശിക്കപ്പെടാത്തൊരു കാര്യം മാത്രം പറയുന്നു. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ശ്രീ DK ശിവകുമാർ, അദ്ദേഹത്തിന്റെ മകൾ ഐശ്വര്യയെ ED ചോദ്യം ചെയ്തിരുന്നു. അന്ന് വലിയ വാർത്താ പ്രാധാന്യം വന്നിരുന്നു. അതിനുശേഷം DK ശിവകുമാറിന് മുൻപേ BJPയിൽ എത്തിയ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിരുന്ന ശ്രീ SM കൃഷ്ണയുടെ മകനുമായി DK ശിവകുമാറിന്റെ മകളുടെ വിവാഹം ഉറപ്പിച്ചതായിട്ടാണ് പിന്നീട് മനസ്സിലാക്കുന്നത്. പിന്നെ ED കേസും ചോദ്യം ചെയ്യലും നമ്മൾ കണ്ടിട്ടേയില്ല. ഇത് എന്തിന്റെ സൂചനയാണ്? ഇങ്ങനെ എത്ര അനുഭവം നമുക്ക് പറയാൻ സാധിക്കും? ഇതെല്ലാം ദേശീയ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ വർത്തമാനകാല ഇന്ത്യൻ യാഥാർത്ഥ്യമാണ്, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന കാര്യമാണ്. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവിടെ ചില പരാമർശങ്ങൾ നടത്തി.
18 കേസ് എഴുതി തള്ളി എന്നൊക്കെ പറഞ്ഞു ശ്രീ ബിനീഷ് കോടിയേരിയെ സംബന്ധിച്ച്. ബിനീഷ് കോടിയേരിയുടെ ഭാഗം ബാധിക്കാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ്. ഞാൻ ആ കേസ് എടുക്കുന്നില്ല. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരിക്കാനോ വാദിക്കാനോ ഞങ്ങളില്ല, ഞങ്ങളുടെ പാർട്ടിയില്ല. മറിച്ച് അത് ഉയർത്തിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ ആക്രമണങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യും. അപ്പൊ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് എന്തെങ്കിലും പരാമർശം നടത്തിയാൽ അതിനും മറുപടി പറയും. 18 കേസ് എഴുതി തള്ളി വിദ്യാർത്ഥി സമരകാലത്തെ കേസാണ്. നമ്മുടെ ഒക്കെ പേരിൽ കേസ് ഉണ്ടാവാറുണ്ടല്ലോ. ആ വിദ്യാർത്ഥി സമരങ്ങളുടെ പേരിൽ കള്ളക്കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസുകൾ എഴുതി തള്ളുമ്പോൾ അതിലേതെങ്കിലും കേസിൽ ഇദ്ദേഹം പ്രതിയായ ആ കേസ് തള്ളിയിട്ടുണ്ടാവും. അത് കോടതിയുടെ വിവേചനാധികാരത്തിന് വിധേയമാണ്. ഒരു ഗവൺമെന്റിന് മാത്രമായി ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ 16,000 ഇരട്ടിയായിട്ട് സമ്പത്തൊക്കെ വർദ്ധിക്കുന്നതിന് അത് ചെറിയൊരു കുഞ്ഞു കേസല്ലേ എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ എനിക്ക് അങ്ങയോട് തർക്കിക്കാൻ സാധിക്കാതെ വരും. അങ്ങയോടൊരു സംവാദം അസാധ്യമായി വരും. അതുകൊണ്ട് ആ ഒരു പ്രശ്നം നമ്മുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ മയക്കുമരുന്നല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. മയക്കുമരുന്നിനെ കുറിച്ച് അങ്ങേക്ക് വലിയ ഉത്കണ്ഠയുണ്ട് എന്ന് കേട്ടതുകൊണ്ട് അത് മാത്രം ഞാൻ പരാമർശിക്കാം. ഇപ്പൊ മയക്കുമരുന്നിൽ ഏറ്റവും മാരക ശേഷിയുള്ളതെന്ന് കണക്കാക്കപ്പെടുന്ന ഒന്ന് LSD ആണല്ലോ, ലൈസർജിക് ആസിഡ് ഡൈഇഥലാമൈഡ് എന്ന് പറയും. ആ LSD കടത്തിയതുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ ഒരാളെ ചോദ്യം ചെയ്യുക, അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് രാഗിണി ദ്വിവേദി എന്നാണ്. അത് BJPയുടെ ആരാ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റും നിങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനറായിരുന്ന ആളല്ലേ. ആ കേസിന്റെ ഭാവി ഇനി എങ്ങനെയാണ് പോവുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. ഏതായാലും അങ്ങേക്ക് മയക്കുമരുന്നിനെ കുറിച്ചാണ് ഉത്കണ്ഠ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യം സൂചിപ്പിച്ചത്. ഇനി അവതാരകന്റെ ചോദ്യത്തിലേക്കും ഇവിടെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിലേക്കും. ഇപ്പൊ പ്ലീനത്തിന്റെ രേഖ എന്നൊക്കെ പറഞ്ഞു വായിച്ചു. ഏത് രേഖയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പ്ലീനത്തിന്റെ രേഖ എന്റെ കയ്യിൽ വെച്ചിട്ടില്ല ഇപ്പോൾ. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. ഇങ്ങനെയൊക്കെ മുൻകരുതലുകൾ എടുക്കുന്ന ഒരു പാർട്ടിയാണ് CPIM എന്ന് ഒരു BJP നേതാവിന് തന്നെ ഒരു ചർച്ചയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാനൊരു അംഗീകാരമായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അവതാരകന്റെ ചോദ്യത്തെ പരാമർശിച്ചുകൊണ്ട് വിമർശനത്തിന് മറുപടി പറയാം. അവതാരകൻ ചൂണ്ടിക്കാണിച്ചത് 2-3 സംഭവങ്ങളാണ്, നടപടികളാണ്. ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ ആ നടപടികളുടെ വിശദാംശങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടല്ല വന്നിട്ടുള്ളത്. എനിക്കതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. ഞാൻ വിചാരിക്കുന്നത് അങ്ങ് പറഞ്ഞത് ശരിയാണെങ്കിൽ, ഞാൻ അവിശ്വസിക്കുന്നൊന്നുമില്ല, ശരിയാണെങ്കിൽ ആ നടപടിക്ക് വിധേയനായിട്ടുള്ള പാർട്ടി സഖാവ്, പാർട്ടി മെമ്പർ അല്ലെങ്കിൽ LC മെമ്പർ, ഏതോ സ്ഥാനം വഹിക്കുന്ന ആൾ, അദ്ദേഹത്തിന് ഈ ആരോപിക്കപ്പെട്ടിട്ടുള്ള സംഭവത്തിലെ ബന്ധം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ആ നടപടി വന്നിട്ടുണ്ടാവുക. അതല്ലാതെ നിങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് പോലെ മകന്റെ കുറ്റത്തിന് അച്ഛനെ ശിക്ഷിക്കുക, ആ പരിപാടി പാർട്ടിയിലില്ല. അങ്ങനെ ഒരു സമീപനം പാർട്ടിയിലില്ല. പിന്നെ പ്ലീനൻ രേഖയൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാർട്ടി അംഗങ്ങൾക്ക് ബാധകമായ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊള്ളണം എന്ന് നിങ്ങൾ പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ ഒരാൾ ഒരു കോൺഗ്രസ് പ്രവർത്തകയെ വിവാഹം കഴിച്ചാൽ എങ്ങനെ നടക്കും? ഇവിടെ പരാമർശിക്കുന്ന കാര്യങ്ങളിൽ അങ്ങ് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യത്തിന് ഉൾപ്പെടെ മറുപടി പറയാനാണ് ഞാൻ കരുതിയിരുന്നത്. അങ്ങ് ചോദിച്ചിട്ടില്ലെങ്കിലും ഞാൻ പറയും. അങ്ങ് വായിക്കുന്ന രേഖയുടെ ഉത്തരവാദിത്വം അങ്ങേക്കുള്ളതാണ്. ആ രേഖയുടെ ആധികാരികത എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇവിടെ പറഞ്ഞ മറുപടി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗം ഒരു കോൺഗ്രസ് പാർട്ടി അംഗത്തെ വിവാഹം കഴിച്ചാൽ ആ വിവാഹം കഴിക്കുന്ന ആളോട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മൂല്യം ഉയർത്തിപ്പിടിക്കണം എന്ന് പറയും എന്ന് ധരിക്കരുത്. ഞാൻ പറഞ്ഞത്, ഞാനിത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ ഉദാഹരണമാണ്. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാലാണല്ലോ ചിലപ്പോൾ മനസ്സിലാവുക. ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾക്ക് ബാധകമായ കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുക. രണ്ടാമത്തെ കാര്യം, പ്രായപൂർത്തിയായ ഒരു മകൻ, സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു മകൻ, ആ മകൻ സ്വന്തമായി ജോലി ചെയ്യാം, ബിസിനസ് ചെയ്യാം, ബന്ധം നിലനിൽക്കും, രക്ഷകർത്തൃത്വം നിലനിൽക്കില്ല. ഒരാൾ പ്രായപൂർത്തിയായാൽ അയാൾ അയാളുടെ കാര്യം നോക്കിപ്പോകും. അയാൾ തെറ്റായ ഒരു കാര്യം ചെയ്താൽ, ഞാൻ പറയുന്നു, അയാൾ അന്യായമായി സ്വത്ത് സമ്പാദിച്ചാൽ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അയാൾ അതിന് മറുപടി പറയേണ്ടി വരും. അയാൾ നിയമ നടപടികളെ നേരിടേണ്ടി വരും. അങ്ങിവിടെ പറയുന്നു 13 കോടി രൂപ എങ്ങനെ ഉണ്ടാക്കി, എനിക്കറിയില്ല, അത് പറയാൻ എനിക്ക് ബാധ്യതയില്ല. ഒറ്റ നിമിഷം എന്റെ ഒരു സംശയം അതൊന്നുമല്ല. അങ്ങ് ഇപ്പോൾ പറഞ്ഞ ഈ ഓൺ റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിൽ, എല്ലാ മാധ്യമങ്ങളുടെയും അങ്ങയുടെ കയ്യിലില്ല എന്നങ്ങ് പറയുന്നു. ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനൊരു തെറ്റിദ്ധരുത്തൽ രേഖയിൽ അങ്ങനെ ഒരു പരാമർശമേ ഉണ്ടായിട്ടില്ല എന്നാണോ? പാർട്ടി റിലേറ്റീവ്സ്, പാർട്ടിയിലെ നേതാക്കളുടെ ബന്ധുക്കൾ അനുപാതരഹിതമായി സമ്പത്ത് ഉണ്ടാക്കിയാൽ അത് ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെ വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുന്നു, അത് ശരിയായ നടപടിയല്ല എന്ന് ഈ പറയുന്ന തെറ്റിദ്ധരുത്തൽ രേഖയിലുണ്ടല്ലോ. അല്ലല്ല, ഞാനതാണ് പറഞ്ഞത്. അങ്ങയുടെ കൈവശമുള്ള രേഖയുടെ ആധികാരികത അങ്ങയാണ് ഉറപ്പുവരുത്തേണ്ടത്. ഞങ്ങളുടെ രേഖ ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യുന്നതും ഞങ്ങൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരോ അല്ലെങ്കിൽ ഏതളവ് വരെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതോ അവർക്കും ബാധകമായിട്ടുള്ളതാണ്. തെറ്റുതിരുത്തൽ രേഖ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ രേഖയല്ല, അത് വിവിധ കാലങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന, ഞങ്ങളുടെ പരിഗണനയ്ക്ക് വരുന്ന നിരവധി രേഖകളുണ്ട്. 1, 2, 10 രേഖകളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ. അപ്പൊ ആ രേഖകളിലൊക്കെ പരാമർശിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്കിപ്പോ നിങ്ങളോട് വിശദീകരിക്കാൻ സാധിക്കില്ല. ഞാനിവിടെ അതിനുകൂടിയുള്ള മറുപടിയായാണ് പറഞ്ഞത്, പ്രായപൂർത്തിയായ പാർട്ടി അംഗമല്ലാത്ത ഒരാൾ തെറ്റായ ഒരു നടപടി സ്വീകരിച്ചാൽ അതിന് അയാൾ മറുപടി പറയുകയും
അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുകയും വേണം. അയാൾക്ക് വക്കാലത്തുമായി ഞങ്ങൾ വരില്ല, അയാൾക്ക് പിന്തുണ കൊടുക്കില്ല എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. അത് മാത്രമേ അതിനകത്തൊരു ക്ലാരിറ്റി വരാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് അനുവദിക്കുകയും വേണം. പാർട്ടിയിലെ നേതാക്കളുടെ ബന്ധുക്കൾക്ക് ഈ പറയുന്ന ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് ഉണ്ടായാൽ അത് പാർട്ടി അന്വേഷിക്കേണ്ട എന്നാണോ പാർട്ടിയുടെ നിലപാട്? പ്രായപൂർത്തിയായവരുടെ സ്വത്തുക്കളായതുകൊണ്ട്. അങ്ങയുടെ ചോദ്യം സാങ്കല്പികമാണ്. സാങ്കല്പികമായ ചോദ്യങ്ങൾക്ക് സാങ്കല്പികമായ മറുപടിയെ പറയാൻ പറ്റുന്ന പരിമിതിയുണ്ട്. അങ്ങ് പറയുന്ന ചോദ്യത്തിന് എന്റെ മറുപടി, ഈ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു മറുപടി, പാർട്ടി അംഗത്തിന്റെ ഏതെങ്കിലും ഒരു അടുത്ത ബന്ധു താങ്കൾ ഈ പറയുന്ന പോലെ സംശയാസ്പദമായ സമ്പത്തോ അല്ലെങ്കിൽ അസ്വാഭാവികമായ സമ്പത്തോ ഉണ്ടാക്കിയാൽ ആ സമ്പത്ത് സമ്പാദനത്തിൽ പാർട്ടി അംഗത്തിന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ തീർച്ചയായും പരിശോധിക്കപ്പെടുകയും അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടി വരും. അല്ലല്ല, എന്റെ സംശയം സാങ്കല്പികമല്ല സർ, നമ്മുടെ മുമ്പിലുള്ള വിഷയമാണല്ലോ ഇത്. ഈ 13 കോടി രൂപയുടെ വിഷയം നിഷേധിച്ചിട്ടില്ലല്ലോ, അത് കേസായി വന്നതല്ലേ? അത് മറുപടി പറയേണ്ടത് അല്ല, അത് വന്നു കഴിഞ്ഞല്ലോ. എന്റെ സംശയം അതാണ്. പാർട്ടിക്ക് അങ്ങനെ ഒരു അന്വേഷണമേ ഇല്ലെന്നാണോ? പാർട്ടി സെക്രട്ടറിയുടെ മകന് 13 കോടി രൂപയുടെ ഒരു ബാധ്യത ഉണ്ടാകുമ്പോൾ അത് പാർട്ടി ഈ തെറ്റിദ്ധരുത്തൽ രേഖ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നു. അങ്ങ് പറഞ്ഞ പല ഘട്ടങ്ങളിലായി എടുത്തിരിക്കുന്ന ഈ റെക്ടിഫിക്കേഷൻ ക്യാമ്പയിന്റെ ഭാഗമായി അത് നമ്മുടെ മുന്നിലിരിക്കുക. അങ്ങ് പറയുന്നു അത് പ്രായപൂർത്തിയായ ഒരാളാണ്, അതിൽ പാർട്ടി ഇടപെടേണ്ടതില്ല, പാർട്ടി അംഗം ഇടപെട്ടാൽ മാത്രമേ അത് അന്വേഷിക്കേണ്ടതുള്ളൂ എന്നാണോ? ഇത് പാർട്ടിയുടെ റിലേറ്റീവിനെ കുറിച്ചല്ലേ ഈ പറയുന്ന റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഖണ്ഡികകൾ പറയുന്നത്? പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും പാർട്ടി അംഗങ്ങൾക്ക് മാത്രമാണ് ബാധകം. ഞാൻ ഈ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. അങ്ങയുടെ ആക്രമണോത്സുകതയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, അതിൽ ഞാൻ നെഗറ്റീവായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ഞാൻ തിരിച്ചൊരു കാര്യം പറയാം. ഇത്രയും പറയുന്നതുകൊണ്ടാണ് എനിക്ക് വേറെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്, അതിന് സമയം തരുമെന്ന പ്രതീക്ഷയിൽ പറയാം. പാർട്ടിക്ക് മുൻപൊരു സെക്രട്ടറി ഉണ്ടായിരുന്നു, സഖാവ് CH കണാരൻ. CH കണാരനോടും ആദരവ് നേടിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കുറവായിരിക്കും. അദ്ദേഹത്തിന്റെ മകൻ കോൺഗ്രസിന്റെ നേതാവായിരുന്നു, KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാവായിരുന്നു. അത് ഞങ്ങൾക്കെതിരായി വന്ന വലിയൊരു ആക്രമണം, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഇതാ മറ്റൊരു പാർട്ടിയിൽ അംഗമായിരിക്കുന്നു, അവിടെ പ്രവർത്തിക്കുന്നു, ഇതെന്തൊരു പാർട്ടിയാണ്, ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമായിരുന്നു. ആ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. CPM തെറ്റിദ്ധരുത്തൽ രേഖയും CPM എടുക്കുന്ന തീരുമാനങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ മകന് ബാധകമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മറ്റു പാർട്ടി പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതൊക്കെ ഈ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെറ്റായ എന്തെങ്കിലും ഒരു നടപടിക്ക് ഞങ്ങളുടെ ഒരംഗത്തിന്റെയും പിന്തുണയുണ്ടാവില്ല, അതിന് വക്കാലത്തുമായി വരികയുമില്ല. അങ്ങ് ഇവിടെ ചോദിച്ചിട്ടുള്ള ഇദ്ദേഹത്തെ കുറിച്ചുള്ള, ഇപ്പൊ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള, ചോദ്യം ചെയ്യലിന് വിധേയനാകുന്ന ആളെ കുറിച്ചുള്ള ഒരു പരാമർശത്തിനും ഞാൻ മറുപടിയായിട്ട് വന്നിട്ടില്ലല്ലോ. ആ കേസ് ഞാൻ എടുത്തിട്ടില്ലല്ലോ വാദിക്കാൻ. ഏതായാലും ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് ഇനി പറയാനുള്ള ചില കാര്യങ്ങൾ കൂടി അങ്ങ് കേൾക്കാൻ ബാധ്യതയുണ്ട് മറ്റുള്ളവർക്ക്. ഞാൻ ചോദിക്കുന്നത്, മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ് CPIM, അതുകൊണ്ട് മറുപടി പറയണം എന്ന നിലയിലുള്ള നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു, അതിലെനിക്ക് വിരോധമില്ല. അതോടൊപ്പം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഞങ്ങൾക്ക് മാത്രമാണ് ബാധകമെന്ന് എനിക്കറിയാം, എങ്കിലും പറയട്ടെ. കോൺഗ്രസിന്റെ നേതാവ് പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് രവീന്ദർ സിംഗിന്റെ പേരിൽ വിശദീകരണം കൊടുത്തിരുന്നോ? ഇതുപോലൊരു ആക്രമണത്തിന് ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന് മറുപടി പറയേണ്ടതായി വന്നിട്ടുണ്ടോ? ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തിന് മാത്രമല്ല, രണ്ടുപേരെയും കുടുംബസമേതം ജയിലിലടച്ച് നമ്മൾ കണ്ടു. ജയിലിലടക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പിതാവും പുത്രനും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നോ? കേരളത്തിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാവ്, പാർലമെന്റേറിയൻ, അദ്ദേഹത്തിന്റെ മകൻ 108 ആംബുലൻസ് കേസിൽ ED ചോദ്യം ചെയ്യുക മാത്രമല്ല സ്വത്ത് മരവിപ്പിച്ചപ്പോ പിതാവിനോട് അതിന്റെ വിശദീകരണം നമ്മൾ ആവശ്യപ്പെട്ടിരുന്നോ? ഇതുപോലൊരു ചർച്ച നമ്മൾ അന്ന് നടത്തിയിരുന്നു. മുസ്ലിം ലീഗിന്റെ നേതാവായ ഇപ്പോഴത്തെ തലമുതിർന്ന പാർലമെന്റേറിയൻ, അദ്ദേഹത്തിന്റെ മകൻ 200 കോടി തട്ടിച്ചതുമായി ബന്ധപ്പെട്ട പരാതി വന്നപ്പോ പിതാവിനോട് വിശദീകരണം ചോദിച്ചിരുന്നു. മുൻ വൈദ്യുത വകുപ്പ് മന്ത്രിയുടെ മകനെ ED ആദ്യം ചോദ്യം ചെയ്ത് ഇപ്പൊ വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുന്നു. ആരെങ്കിലും പിതാവിനോട് വിശദീകരണം ചോദിച്ചോ? അതിന്റെ പേരിൽ പിതാവിനെ ആക്രമിച്ചോ? ഇപ്പൊ BJP നേതാവിടെ പറഞ്ഞപ്പോൾ നേരത്തെ വരുൺ ഗാന്ധിയുടെ കാര്യം ഞാൻ പറഞ്ഞു. മനേകാ ഗാന്ധിയെയാണോ അതിന് നിങ്ങൾ വിചാരണ ചെയ്തത്, നിങ്ങൾ ആക്രമിച്ചത്? പ്രമോദ് മഹാജൻ കൊല്ലപ്പെട്ടത് എങ്ങനെയായിരുന്നു? നമ്മൾ ബന്ധങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഏതെല്ലാം അന്തർനാടകങ്ങളാണ് അതിലേക്ക് നയിച്ചത്? പ്രമോദ് മഹാജന്റെ മകൻ രാഹുൽ മഹാജനും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും മയക്കുമരുന്നിനെ കുറിച്ച് വലിയ ഉത്കണ്ഠയുള്ള BJP നേതാവ് ശ്രദ്ധിക്കണം. അമിതമായ അളവിൽ കൊക്കൈൻ കഴിച്ച് സ്വന്തം സെക്രട്ടറി കൺമുന്നിൽ വെച്ച് പിടഞ്ഞു മരിച്ച് അദ്ദേഹത്തിന് കഷ്ടിച്ച് ജീവൻ രക്ഷപ്പെട്ട സംഭവത്തിൽ എന്ത് വിശദീകരണമാണ് BJP കൊടുത്തത്? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉറ്റ ബന്ധുക്കളായ BJPയുടെ നേതൃത്വം കൊടുത്തിട്ടുള്ളത്? ഇങ്ങനെ പറഞ്ഞാലും തീരാത്ത എത്ര ബന്ധുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതൊന്നും രാഷ്ട്രീയ ആക്രമണമായി വികസിക്കാതെ അതെല്ലാം കുടുംബകാര്യമായി ഒതുങ്ങി നിൽക്കുമ്പോൾ ഈ വിഷയത്തിൽ CPM-നെ അങ്ങ് ഭക്ഷിച്ചേക്കാം, CPM സെക്രട്ടറി അങ്ങ് ശരിയാക്കിയേക്കാം എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ഞങ്ങൾക്കുള്ള നിലപാട് ഒന്നാണ്. CPIM സംസ്ഥാന സെക്രട്ടറിയെ ഏതെങ്കിലും നിയമവിരുദ്ധ നടപടികളുമായി ബന്ധിപ്പിക്കാവുന്ന നിലയുണ്ടെങ്കിൽ നിങ്ങളത് പറ, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ഞങ്ങൾ ചർച്ച ചെയ്യും. പകരം അദ്ദേഹത്തിന്റെ ആവട്ടെ, മറ്റൊരു നേതാവിന്റെ ആവട്ടെ, മറ്റൊരു പ്രവർത്തകന്റെ ആവട്ടെ, ഏതെങ്കിലും ഒരു കുടുംബാംഗം, പ്രായപൂർത്തിയായ മകൻ, ജോലി ചെയ്യുന്ന ആൾ, ബിസിനസ് ചെയ്യുന്ന ആൾ,
അദ്ദേഹം ഏതെങ്കിലും ആരോപണത്തെ നേരിട്ടാൽ, നിയമ നടപടികളെ നേരിട്ടാൽ അതിന് മറുപടി അവർ പറയും. ഞാൻ ആവർത്തിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ആ വക്കാലത്ത് ഞങ്ങൾ ഏറ്റെടുക്കില്ല. അതിന് വാദിക്കാൻ ഞങ്ങളില്ല. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല. അതിന്റെ പേരിൽ പാർട്ടിയുടെ ജീവൻ എടുക്കാമെന്ന് കരുതി ആരെങ്കിലും വന്നാൽ വകവെച്ച് തരുന്ന പ്രശ്നവുമില്ല. പക്ഷേ ഒരു തെറ്റിദ്ധരുത്തൽ രേഖയും റെക്ടിഫിക്കേഷൻ ക്യാമ്പയിനും ഇവരാരും നടത്തിയിട്ടില്ല. ആരും ഞങ്ങളുടെ പാർട്ടിയിലെ അംഗങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിലെ അംഗങ്ങളുടെ ബന്ധുക്കൾ അമിതമായി സ്വത്ത് സമ്പാദിച്ചാൽ അവർക്കെതിരെ യൂണിറ്റ് തലത്തിൽ അല്ലെങ്കിൽ നടപടിയെടുക്കും, ശാഖാതലത്തിൽ ബ്രാഞ്ച് തലത്തിൽ നടപടിയെടുക്കുമെന്ന് ഈ പാർട്ടികൾ ആരും പറഞ്ഞിട്ടില്ല. പകരം അത് വെച്ച് മേനി പറയുമ്പോ പാർട്ടി സെക്രട്ടറിയുടെ മകൻ കോടികളുടെ സ്വത്തിന്റെ കേസിൽ അകപ്പെടുന്ന സമയത്ത് ചോദ്യം ഉണ്ടാവുന്നത് സ്വാഭാവികമല്ലേ സുരാജ്? തെറ്റുതിരുത്തൽ രേഖകൾ തയ്യാറാക്കലും അത് നടപ്പിലാക്കലും കാലാകാലങ്ങളിൽ അത്തരം സ്വയം വിമർശനങ്ങൾ നടത്തലും ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അത് അങ്ങയുടെ കയ്യിലിരിക്കുന്ന കടലാസിൽ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെയല്ല. അത് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനത്തിന്റെ ഭാഗമാണ്. അത് ഞങ്ങളാണ് അതിന്റെ ഉത്തരവാദിത്വം. ഞങ്ങൾ അത് നടപ്പാക്കുകയും ചെയ്യും. മറ്റു പാർട്ടികൾ അത് ചെയ്യാത്തതിൽ എനിക്ക് വിമർശനമില്ല. മറ്റേതെങ്കിലും പാർട്ടികൾ തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടന്നാൽ പിന്നെ ആ പാർട്ടി ഉണ്ടാവില്ല. നിങ്ങൾ ഇന്ന് വരെ, ഞാൻ ചോദിക്കട്ടെ, ഈ ഒറ്റ ചോദ്യം ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇത്രയും CPIM-നെ വിമർശിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അതിന് നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞങ്ങൾ വേറിട്ടവരാണ് എന്ന ബോധ്യം കൊണ്ടാണല്ലോ ആ ചോദ്യം. ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നു. ഇന്ന് വരെ അഴിമതി നടത്തിയതിന്റെ പേരിൽ അല്ലെങ്കിൽ അമിതമായി സ്വത്ത് സമ്പാദിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു BJP പ്രവർത്തകനെ, കോൺഗ്രസ് പ്രവർത്തകനെ ഈ കേരളത്തിൽ, ബാക്കിയൊക്കെ വിട്, കേരളത്തിൽ ഒരു നടപടിയെടുത്തതായ ഒരു വാർത്ത അവതാരകൻ ഓർമ്മയുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ ഈ ദിവസം വരെ ഇവരാരും ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തില്ല. ഓർമ്മയുണ്ട് സുരാജ്. ഈ സംസ്ഥാനത്ത് അഴിമതിയുടെ പേരിൽ ജയിലടയ്ക്കപ്പെട്ട ഒരാൾ, ഒരു മുൻ മന്ത്രി, ഇപ്പോൾ അഴിമതി, അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാനൊന്ന് മറുപടി പറയട്ടെ. അഴിമതി ചെയ്തതിന്റെ പേരിൽ VS അച്യുതാനന്ദന്റെ നിയമ പോരാട്ടത്തിനൊടുവിൽ അഴിമതി ചെയ്തതിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ പോയി തോറ്റ ഒരു നേതാവ് ജയിലിൽ കിടന്നതിനു ശേഷം ഇടതുമുന്നണിയിൽ വന്ന് മുന്നോക്കക്ഷേമ കമ്മീഷന്റെ ചെയർമാനായിരിക്കുന്നത് ഇതേ പാർട്ടിയിൽ, അങ്ങയുടെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലാണ്. അതെനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. സുരാജ് കൂടി പറയാൻ എന്നെ അനുവദിക്കണം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങ് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞത്, ഞാൻ ചോദിച്ച ചോദ്യം ഈ രണ്ട് പാർട്ടികളിൽ ഏതെങ്കിലും ഒരാളെ ഇത്തരം ഒരു കേസിന്റെ പേരിൽ, ഇത്തരം ഒരു ആരോപണത്തിന്റെ പേരിൽ നടപടിയെടുത്തത് ഓർമ്മയുണ്ടോ എന്നാണ്. അത് അങ്ങ് പറഞ്ഞിട്ടില്ല. അങ്ങയുടെ സ്വാതന്ത്ര്യം. ഇനി അങ്ങ് പറഞ്ഞ കാര്യത്തിന് എനിക്കൊരു മറുപടി ഉണ്ട്. അങ്ങ് ഈ പറഞ്ഞത് കേരളത്തിൽ എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ ശിക്ഷ നേടിയ ഒരാൾ ആ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് തിരുത്തി മറ്റൊരു നിലപാട് സ്വീകരിച്ചപ്പോഴാണ് ഞങ്ങൾ സ്വീകരിച്ചത്. സുരാജ് കൃത്യമായി പറഞ്ഞാൽ, അല്ല ഞാൻ ഓർമ്മയിൽ പരീക്ഷിക്കരുത് സുരേഷിനെ ഞാൻ തിരുത്തിയിട്ടുണ്ടെങ്കിൽ സുരാജിനെയും എനിക്ക് തിരുത്തൽ എനിക്ക് പറയാൻ കഴിയും. അല്ലല്ല, ശിക്ഷ പൂർണ്ണമായും അനുഭവിച്ച് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല. അതെങ്ങനെയാ ശിക്ഷ റദ്ദ് ചെയ്യപ്പെട്ടത്? അന്ന് CPM-ന്റെ നിലപാട് എന്തായിരുന്നു? ഉമ്മൻചാണ്ടി സർക്കാർ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്തു എന്നല്ലേ? അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഇനി പറയുന്നത്, ഞാൻ അങ്ങേക്ക് സ്വീകാര്യമാവണമെന്നില്ല എന്റെ ഒരു മറുപടിയും. ഞാൻ ജനങ്ങളുടെ മുൻപാകെയാണ് പറയുന്നത്. ഞാൻ പറയുന്നത്, അന്ന് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ശിക്ഷിക്കപ്പെട്ടത് UDF-ന്റെ ഭാഗമായി മന്ത്രിയായിരിക്കുമ്പോഴാണ്. LDF-ൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ പറയൂ, ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. UDF-ന്റെ പേരിലുള്ളവരെല്ലാം ആക്ഷേപം നേരിട്ടിട്ടുണ്ട്. UDF വിട്ടവരാരും ആക്ഷേപത്തിന് ഇടയായിട്ടുമില്ല. അദ്ദേഹം ഞങ്ങളോടൊപ്പം വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ മേൽ എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അങ്ങ് ചോദിച്ചോളൂ.